ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോൾ കാണുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. കിണർ മോട്ടർ വെച്ച് വെള്ളമെല്ലാം അടിച്ച് കളഞ്ഞിട്ട് ചുറ്റുവട്ടവും ക്ലീൻ ചെയ്തിട്ട് കിണറിനകത്തുള്ള ചെളിയും മക്കും എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണ പരിപാടി. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കിണറിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ കത്തിച്ചിടുക എന്നുള്ളതാണ്. കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താണെങ്കിലും അത് കത്തത്തില്ല, കെട്ടുപോകും അടിയിൽ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം അത് ഉറപ്പ് വരുത്തണം. പിന്നെ ഓപ്പൺ സ്പേസിലുള്ള കിണറാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഓക്സിജൻ കാണും. പിന്നെ അടഞ്ഞിരിക്കുന്ന കിണറൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പേപ്പർ കത്തിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം വേനൽക്കാലത്ത് തേക്കി കഴിഞ്ഞാൽ അതുപോലെയല്ല മഴക്കാലത്ത് തേക്കണം. കാരണം നല്ല ഉറവയാണ്. ഇപ്പം ഈ കിണർ തന്നെ നമുക്ക് കാണാൻ പറ്റും, നല്ല ഉറവയാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മോട്ടർ അടിച്ച് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്തെ ചെടിയെല്ലാം വാരിക്കളയാൻ പറ്റത്തുള്ളൂ. കാരണം നല്ല ഉറവയുണ്ട്, നമുക്ക് അത് കാണാൻ പറ്റും ഉറവ. മോട്ടർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് വെള്ളം പൊങ്ങി വരുന്നുണ്ട്. സോ അങ്ങനെ അത് ശ്രദ്ധിക്കണം. പിന്നെ 2-3 വർഷം കൂടുമ്പം ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ കാണത്തില്ലേ ഇതിനകത്ത് നല്ല ഉറവയാണ്. സോ